ടോർഷൻ ഓഫ് പ്രിസമാറ്റിക് ബാർസ്. അപ്പം പ്രിസമാറ്റിക് ബാർ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ത്രൂ ഔട്ട് ലെങ്ത്ത് സെയിം ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഇപ്പോൾ സർക്കുലർ ആണെങ്കിൽ ത്രൂ ഔട്ട് സർക്കുലർ ആയിരിക്കും. ഇപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പ് ആയിരിക്കും വരിക. ഇനി സ്ക്വയർ ആണെങ്കിൽ ത്രൂ ഔട്ട് സ്ക്വയർ ആയിരിക്കും. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഇറഗുലർ ഷേപ്പ് ആണെങ്കിൽ ത്രൂ ഔട്ട് ഹൈറ്റ് എന്താണ്, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ലെങ്ത്ത് എന്തായിരിക്കും? സെയിം ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഇടയ്ക്ക് ക്രോസ് സെക്ഷൻ മാറില്ല. അപ്പോൾ ആ ടൈപ്പ് ബാർസാണ് പ്രിസമാറ്റിക് ബാർസ്. അപ്പോൾ അങ്ങനെയുള്ള ബാറിൽ ആക്ട് ചെയ്യുന്ന ടോർഷൻ്റെ റിലേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു ഇതിനു മുമ്പ്, എന്താണ് ടോർഷൻ. അപ്പോൾ ടോർഷൻ ആക്ട് ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ അതേപോലെ വാർപ്പിംഗ്, അതായത് സിമ്മട്രിക് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ടോർഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരുന്നു സംഭവിക്കുന്നത്? അതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ ഏരിയയും, അതായത് ക്രോസ് സെക്ഷൻസ് ബിഫോർ ഡീഫോർമേഷൻ ആൻഡ് ആഫ്റ്റർ ഡീഫോർമേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ബിഫോർ ഡീഫോർമേഷൻ എന്തായിരിക്കും? പ്ലെയിൻ ആയിരുന്നത്. ആഫ്റ്റർ ഡീഫോർമേഷനും പ്ലെയിൻ തന്നെയായിരിക്കും. അതേസമയം ഇപ്പം അസിമെട്രിക് ആണെങ്കിൽ, സിമെട്രിക് അല്ലാത്തയാണെങ്കിൽ എന്തായിരിക്കും? അത് ഡീഫോർമേഷന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക? വാർപ്പിംഗ് സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ആനിമേഷൻ നമ്മൾ അതിന് മുമ്പ് കണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് വാർപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതുപോലൊരു സിലിണ്ടർ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ ഉള്ളിലുള്ള കുറച്ച് ഏരിയാസ് നമ്മൾ കൺസിഡർ ചെയ്യണം, ക്രോസ് സെക്ഷൻസ്. ഇങ്ങനെ കുറച്ച് ക്രോസ് സെക്ഷൻസ് ഉണ്ടെന്ന് കരുതുക. അപ്പം ഇവിടെ നമ്മൾ ഒരു ടോർക്ക് കൊടുത്തു, ഈ എൻഡ് ഫിക്സഡ് ആണ്. അപ്പോൾ എന്താണ്? ഇവിടെ ഓരോ ഏരിയാസും എന്താണ്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ക്രോസ് സെക്ഷൻസ്. ആഫ്റ്റർ ഡീഫോർമേഷനും ഇതേപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്താണ്? അതിനകത്ത് ഷേപ്പ് ചേഞ്ച് വരുന്നില്ല. അതേസമയം ചിലപ്പോൾ ഓരോ ക്രോസ് സെക്ഷൻസും ഇങ്ങനെയൊക്കെ ആയി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്താണ്? ഷേപ്പ് മാറി. അതാണ് വാർപ്പിംഗ് എന്ന് പറയുന്നത്. ടോർഷൻ മീൻസ് ടേണിങ് ഓർ ട്വിസ്റ്റിംഗ് ഓഫ് റോഡ്സ് ആൻഡ് ഷാഫ്റ്റ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ടേണിങ് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ്. ഒരു റോഡിനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റൊട്ടേറ്റിംഗ് മൊമെൻറ്റ്, അതിൻ്റെയാണ് നമ്മൾ ടോർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് വെൻ എ ടേണിംഗ് മൊമെൻറ്റ് ഓർ ടോർക്ക് ആക്ട് അലോങ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിൻ്റെ അബൌട്ടായിട്ട് ഒരു റൊട്ടേറ്റിംഗ് മൊമെൻറ്റ്, ടേണിംഗ് മൊമെൻറ്റ് ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ടോർക്ക് ആക്ട് ചെയ്യുമ്പോഴാണ് ടോർഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ടോർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സോളിഡ് അതിനെ റെസിസ്റ്റ് ചെയ്യും, അല്ലേ? ബൈ ട്വിസ്റ്റിംഗ് ആൻഡ് റിസൾട്ട്സ് ഇൻ ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഒരു ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ടോർക്ക് നമ്മൾ അപ്ലൈ ചെയ്ത ടോർക്ക്, അതേപോലെ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തത്, അതേപോലെ ഡയമെൻഷൻസ്, ഇതിൻ്റെ ഹൈറ്റ്, അതേപോലെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഡയമെൻഷൻസ്, അതേപോലെ പ്രോപ്പർട്ടീസ്, യങ്സ് മോഡുലസ്, അതേപോലെ ബൾട്ട് മോഡുലസ്, ഇങ്ങനത്തെയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ ഒരു ഇക്വേഷൻ, ഇതിൻ്റെ എല്ലാം കൂടെ ചേർത്തുള്ളൊരു ഇക്വേഷനാണ് ടോർഷൻ ഇക്വേഷൻ. ഇതിൻ്റെ ഒരു ഡെറിവേഷൻ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ചെറിയ ഡെറിവേഷനാണ്, നോക്കാം, സിമ്പിളാണ്. അപ്പോൾ അതിന് ആ ഡെറിവേഷന് മുമ്പ് ഈ ടോർഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് അസംഷൻസ് വെക്കുന്നുണ്ട്. മെയിനായിട്ട് 4 അസംഷൻസാണ് വെക്കുന്നത്. ഫസ്റ്റ് വൺ, ദ മെറ്റീരിയൽ ഈസ് ഹോമോജീനസ്, ഐസോട്രോപിക് ആൻഡ് ഒബെയ്സ് ഹൂക്സ് ലോ. ഹോമോജീനസ് എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് എന്തായിരിക്കും? ത്രൂ ഔട്ട് സെയിം കോമ്പോസിഷൻ ആയിരിക്കും. അതുപോലെ ഐസോട്രോപിക്, എല്ലാ ആംഗിളിലും എന്താണ്, അല്ല എല്ലാ ഡയറക്ഷനിലും സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതുപോലെ ഒബെയ്സ് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്, സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇനി നെക്സ്റ്റ് അസംഷൻ എന്ന് പറയുന്നത്, പോയിന്റ് ഇൻ എ ഗിവൺ ക്രോസ് സെക്ഷണൽ പ്ലെയിൻ ഓഫ് ദ റോഡ് റിമെയിൻസ് ദ സെയിം പ്ലെയിൻ ആഫ്റ്റർ ദ ട്വിസ്റ്റിംഗ്. അപ്പോൾ ക്രോസ് സെക്ഷൻ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ, ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതെന്താണ്? ട്വിസ്റ്റിങ്ങിന് ശേഷവും അതേപോലെ തന്നെ നിൽക്കുന്നു, പ്ലെയിനായിട്ട് തന്നെ നിൽക്കുന്നു, പ്ലെയിനൊന്നും മാറുന്നില്ല, അതായത് വാർപ്പിംഗ് നടക്കുന്നില്ല. അപ്പോൾ ഈ കേസ് നമ്മൾ പിന്നെ വാർപ്പിംഗ് വരുന്ന കേസ് നമ്മൾ ഇനി പിന്നീട് പഠിക്കും. ഇപ്പോൾ ഈ കേസിൽ നമ്മൾ വാർപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവമില്ല.
പ്ലെയിൻ ആയിട്ടുള്ളതെല്ലാം പ്ലെയിൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണ്. നെക്സ്റ്റ്, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത്. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് എന്താണ്? തീറ്റ. നമ്മൾ പഠിക്കാൻ പോകുന്നത് തീറ്റ. ആംഗിൾ ഓഫ് ലെങ്ത് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് തീറ്റ ഈസ് എ കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ റോഡ്. അപ്പോൾ റോഡിന് ത്രൂ ഔട്ടായിട്ട് എന്താണ്? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ഇടയ്ക്ക് വെച്ചിട്ട് പെട്ടെന്ന് തിരിയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഇനി ലാസ്റ്റ് വൺ, ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് ആക്ട്സ് അലോങ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ആൻഡ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ റോഡ്. ഈ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് അതിൻ്റെ ആക്സിസിന് എബൌട്ടായിട്ടാണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ യൂണിഫോമും ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ അസംഷൻ. ഇനി നമുക്ക് ആ ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒരു ഫിഗർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 3 ഫിഗർ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഫിഗർ ആദ്യം നോക്കാം. അതാണ് അതിൻ്റെ ഡെവലപ്ഡ് വ്യൂ ആണ് സെക്കൻഡ്. അതുപോലെ സൈഡ് വ്യൂ ആണ് തേർഡ് ഫിഗർ. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ കാണുന്ന പോലെ ഒരു സിലിണ്ടർ ഉണ്ടായിരുന്നു. സിലിണ്ടറല്ല, ഒരു ഹോളോ സിലിണ്ടർ എന്ന് കരുതുക. ട്യൂബ് ആണ് ടോർഷൻ ഓഫ് തിൻ വാൾഡ് ട്യൂബ്സ് എന്ന് പറയുന്നത്. ഒരു തിൻ വാൾഡ് ട്യൂബാണ്. ഒരു വിത്ത് തിക്നെസ് സ്മോൾ ടി തിക്നെസ് ഉള്ളൊരു ട്യൂബുണ്ട്. അതിൻ്റെ ഹൈറ്റ് തന്നേക്കുന്നത് ക്യാപിറ്റൽ Z ആണ്. താഴെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു ടോർക്ക് നമ്മൾ അപ്ലൈ ചെയ്തേക്കാണ്. ഈ ഫിഗറിൽ കാണുന്ന പോലെ ടോർക്ക് T അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോർക്ക് T അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യം അല്ലേ അതിൻ്റെ മുകളിൽ. അതിനാണ് നമ്മൾ മിഡ് തിക്നെസ് കർവ് എന്ന് പറയും. ഇനിയിപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ മിഡ് തിക്നെസ് കർവ് എന്ന് പറഞ്ഞിട്ടൊരു ടേം പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിതുപോലെ ഒരു സെക്ഷനുണ്ട്. ഇങ്ങനത്തെ സെക്ഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മിഡിൽ പോയിൻറ്റിൽ കൂടി ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ചില സെക്ഷൻ ഉണ്ടാവും, സ്ക്വയർ സെക്ഷൻ ഉണ്ടാവും. അതേപോലെ തിൻ വാൾഡ് സ്ക്വയർ ഉണ്ടാവും. ഇതിൻ്റെയും മിഡിലിൽ കൂടെ പോകുന്നൊരു ലൈൻ, ഇമാജിനറി ലൈൻ, ഡോട്ടഡ് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ മിഡ് തിക്നെസ് ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിഡ് തിക്നെസ് കർവ് എന്ന് പറയും. ഇനി ഇവിടെ നമ്മൾ ഡെറിവേഷനിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഏരിയ എന്ന് പറഞ്ഞിട്ടായിരിക്കും പറയുക. AREA, ഏരിയ എന്ന് തന്നെ എഴുതുക, അല്ലാതെ ക്യാപിറ്റൽ A എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യില്ല. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ഇപ്പോൾ ഇങ്ങനൊരു സെക്ഷൻ, ഫസ്റ്റ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഏരിയ, ഈ ഷെയ്ഡഡ് ഏരിയയാണ് നമ്മൾ ഏരിയ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുക. അതായത് ഏരിയ എന്ന് പറഞ്ഞിട്ട് എടുക്കും. പോട്ടെ. ഓക്കെ, ഏരിയ എന്ന് പറഞ്ഞെടുക്കും. ഇനി ഇതിന് ശേഷം ഫർദർ നമ്മൾ ക്യാപിറ്റൽ A1, ക്യാപിറ്റൽ A2, A3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുക്കും. അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു മിഡ് തിക്നെസ് കർവിൻ്റെ അകത്തുള്ള ഏരിയ ആയിരിക്കും. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ മിഡ് തിക്നെസ് കർവ്. ഇപ്പോൾ ഈ സെക്കൻഡ് ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മിഡ് തിക്നെസ് കർവിൻ്റെ ഇടയ്ക്കുള്ള ഏരിയ, അതായത് എന്തായിരിക്കും? മിഡ് തിക്നെസ്സിന് ശേഷം അകത്തേക്കുള്ള ഏരിയ, അതിനെയാണ് നമ്മൾ A എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് സ്ഥലത്ത് നമ്മൾ രണ്ട് രീതിയിലാണ്. അതായത് ഫസ്റ്റ് കേസിൽ നമ്മൾ ഏരിയ എന്ന് തന്നെ എഴുതും, ഇതേപോലെ ഇങ്ങനെ ഏരിയ എന്ന് പറഞ്ഞിട്ട് എഴുതും. ചില കേസുകളിൽ നമ്മളിങ്ങനെ A അല്ലെങ്കിൽ A1, A2 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ മിഡ് തിക്നെസ് കർവാണ്. അപ്പോൾ ഇതാണ് മിഡ് തിക്നെസ് കർവ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫിഗറിലേക്ക് വരാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സിലിണ്ടർ. അപ്പോൾ ഇതിൻ്റെ മിഡ് തിക്നെസ് കർവ് മുകളിൽ കാണുന്നുണ്ട് ഡോട്ടഡ് ലൈനിൽ. അപ്പോൾ ആ മിഡ് തിക്നെസ് കർവിൻ്റെ റേഡിയസ് സ്മോൾ r ആണ്, അവിടെ എഴുതിയിട്ടുണ്ട് സ്മോൾ r. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ താഴെ ഫിക്സ്ഡ് ആണ് സിലിണ്ടർ. മുകളിൽ ഒരു ടോർക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. ഈ കാണുന്ന പോലെ ഒരു ടോർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ടോർക്ക് അപ്ലൈ ചെയ്തു ഇതുപോലെ. അപ്പോൾ ആ ടോർക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഇതിനകത്തൊരു ട്വിസ്റ്റിങ് നടന്നു. അപ്പോൾ ആ ട്വിസ്റ്റിങ് നടക്കുമ്പം ഈ B എന്ന് പറഞ്ഞ പോയിൻ്റ് എന്താണ്, ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തിട്ട് ഏകദേശം ഈ മൂന്നാമത്തെ ഫിഗറിൽ കാണുന്ന പോലെ എന്താ C എന്ന് പറഞ്ഞ പോയിൻറ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്തു ത്രൂ ആൻ ആംഗിൾ ബീറ്റ. അപ്പോൾ ഈ എൻഡിൽ ആക്ട് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ അല്ലേ. അപ്പോൾ ആംഗിൾ ബീറ്റ ആണ്
അപ്പോൾ ആംഗിൾ പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ബീറ്റയാണ്. അപ്പോൾ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പം ഈ പറഞ്ഞ ബീറ്റ ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് z ആണ്. അപ്പം ബീറ്റ ബൈ z എന്ന് പറയുന്നതാണ് തീറ്റ, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. ഇനിയിപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്നത്, ഇവിടെ എ ബി എന്ന് പറഞ്ഞ ലൈൻ അവിടുന്ന് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തേക്കാണ്. അതായത് ഈ ഒരു പോർഷനെ ഇങ്ങോട്ടേക്ക് നമ്മൾ എടുത്തു, വളച്ച് നേരെയാക്കി. അതാണ് ഈ കാണുന്ന ഫിഗർ. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഷിയർ സ്ട്രെസ് ടോ ആക്ട് ചെയ്യുന്ന ഡയറക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഡെവലപ്പ് ചെയ്തപ്പോൾ വരുന്ന ഫിഗറാണിത്. അപ്പം അത് കാരണം ഇവിടെ ഒരു ഷിയർ സ്ട്രെയിൻ ഉണ്ടായി, ഗാമ. അപ്പോൾ ഇവിടെ ജോമെട്രിക്കൽ കൺസിഡറേഷൻ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത്, ഈ ലെങ്ത്ത് 2πr എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. 2πr എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ സർക്കിളാണ് അല്ലേ, സർക്കിളിൻ്റെ പെരിമീറ്ററാണ് 2πr. അതൊക്കെ നമുക്കറിയാം. ഇനി നമുക്കറിയാം ആംഗിൾ ഇൻറ്റു റേഡിയസ് ഈക്വൽ ടു ആർക്ക് എന്നാണ് പറയുന്നത് അല്ലേ. അതായത് ഇപ്പോൾ ഈ സെക്കൻഡ് ഫിഗർ നോക്കുകയാണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഷിയർ സ്ട്രെയിൻ ആയ ഗാമ. ഇനി റേഡിയസ് എന്ന് പറയുന്നത് ഹൈറ്റായ z. അങ്ങനെയാണെങ്കിൽ ആർക്ക് അല്ലെങ്കിൽ ബി സി ഈക്വൽ ടു എന്തായിരിക്കും വരിക? z ഇൻറ്റു ഗാമ. അതാണ് മുകളിൽ എഴുതിയിട്ടുണ്ട്, z ഇൻറ്റു ഗാമ അല്ലേ. ഇനി നമുക്ക് തേർഡ് ഫിഗർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് കാണാം എന്താണ്? അവിടെ ഇതേപോലെ ഒരു റേഡിയസ് ഉണ്ട് r, ആംഗിള് ബീറ്റ, അതുപോലെ ആർക്ക് എന്ന് പറഞ്ഞാൽ ബി സി, അതിൻ്റെ വാല്യൂ z ഇൻറ്റു ഗാമ. അത് സെക്കൻഡ് ഫിഗറിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ദെയർഫോർ നമുക്കറിയാം എന്താണ്? ബീറ്റ ഇൻറ്റു ആർ ഈക്വൽ ടു എന്താണ്? z ഗാമ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി ഇതിപ്പോൾ പറയാൻ കാരണം നമുക്ക് ആ റിലേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് വരുമ്പോൾ ഈ ഫിഗറിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ആ ഡെറിവേഷനിലേക്ക് വരാം. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഗാമ. ഇപ്പം നമ്മൾ പറഞ്ഞു ആ ഷിയർ സ്ട്രെയിൻ ആയിരുന്നു ഗാമ. ആ ഫിഗർ മനസ്സിലാവണം എപ്പോഴും. അപ്പോൾ ഗാമ വളരെ ചെറുതാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? ഗാമ വളരെ ചെറുതാണെങ്കിൽ എന്താണ്? കോസ് ഗാമ ഈക്വൽ ടു 1, അതുപോലെ സൈൻ ഗാമ ഈക്വൽ ടു ഗാമ, ടാൻ ഗാമ ഈക്വൽ ടു ഗാമ എല്ലാം നമ്മൾ പറയാറുണ്ട്. ഇവിടുത്തെ കേസിൽ നമ്മൾ ടാൻ ഗാമ ഈക്വൽ ടു ഗാമ എന്ന് എടുക്കുന്നു. വേറെ ടാൻ ഗാമ എന്ന് പറഞ്ഞാൽ ബി സി ബൈ z ആണ്. അതിന്ന് നമുക്ക് ബി സിയുടെ വാല്യൂ ഗാമ ഇൻറ്റു z എന്ന് പറഞ്ഞ് കിട്ടി. അതാണ് ഇതിൻ്റെ മുകളിലുള്ള വാല്യൂ അല്ലേ. ഇനി സെക്ടർ ഒ ബി സി ഇവിടുന്ന് ബീറ്റ ഈക്വൽ ടു ഇതിന്ന് തേർഡ് ഫിഗറിൽ നിന്ന് കിട്ടിയ കാര്യം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീറ്റ ഈക്വൽ ടു ഗാമ ഇൻറ്റു z ബൈ ആർ. ഇനി നമുക്കറിയാം എന്താണ്? ഗാമ ഈക്വൽ ടു ടോ ബൈ ജി. ഈ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള റിലേഷൻ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചതാണ്, ഫസ്റ്റോ സെക്കൻഡോ മോഡ്യൂളിൽ പഠിച്ചായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? ഗാമ ഈക്വൽ ടു ടോ ബൈ ജി ആണ്. അപ്പോൾ അതുവഴി നമുക്കപ്പം ഇതിനെ എങ്ങനെ മാറ്റാം? ഈ ഗാമ എടുക്കുന്നിടത്ത് നമ്മൾ ടോ ബൈ ജി എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ബീറ്റയുടെ റിലേഷൻ ഇങ്ങനെ വന്നു. ഇതാണ് ബീറ്റ ഈക്വൽ ടു z ബൈ ആർ ഇൻറ്റു ടോ ബൈ ജി. അപ്പോൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് ടോ ബൈ ആർ ഈക്വൽ ടു ജി ബീറ്റ ബൈ z എന്ന് പറഞ്ഞ് കിട്ടി അല്ലേ. ഇനി നമുക്ക് അറിയാം ബീറ്റ ബൈ z. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണ്. z എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബീറ്റ ബൈ z എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, അതായത് തീറ്റ. അതായത് ടോ ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിവിടെ ടോ ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ എന്ന് പറഞ്ഞൊരു റിലേഷൻ കിട്ടി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെവലിൽ നമുക്ക് ടോ ബൈ ആർ ഈക്വൽ ടു വേറെ ഒരു പർട്ടിക്കുലർ വാല്യൂ എന്ന് പറഞ്ഞും കിട്ടും. അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടോർഷൻ റിലേഷൻ കിട്ടും. അപ്പോൾ ഇനി അടുത്ത സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാം. ഫോഴ്സ്. നമുക്ക് ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രെസ് ഇൻറ്റു ഏരിയ അല്ലേ. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ടോ ആയിരുന്നു. അപ്പോൾ ഈ സ്ട്രെസ് ടോ കാരണം ടോ ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ കാണുന്ന പോലെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഏരിയ ആണ്. ആ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
ഇതിപ്പോൾ ജസ്റ്റ് നമ്മളൊരു തിൻ വാൾഡ് ആയതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് ഇതിൻ്റെ ലെങ്ത് ടോട്ടൽ അതിൻ്റെ പെരിമീറ്റർ ഇൻറ്റു തിക്നെസ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr ആണ്, ഇൻറ്റു തിക്നെസ് t. അതാണ് അതിൻ്റെ ഏരിയ. അതാണ് 2πrt ഇൻറ്റു ടോ. അതാണ് ഫോഴ്സ് ആക്ടിങ് നമുക്ക് കിട്ടി. ഇനി മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻറ്റ് ഓഫ് എനി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് എനി ഫോഴ്സ് അബൌട്ട് എനി പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. ഇപ്പം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ എന്താണ്? r ആണ്. അപ്പോൾ r ഇൻറ്റു ദാറ്റ് ഫോഴ്സ് നമുക്ക് കിട്ടി ഇൻറ്റു ഏരിയ. അപ്പോൾ നമുക്ക് 2 ടോ πr² t എന്ന് പറഞ്ഞാൽ കിട്ടി. ഇനി ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ മൊമെൻ്റ് തന്നെയാണ് ടോർക്ക്. അതായത് ടോർക്ക് T വിൽ ബി ഈക്വൽ ടു എന്താണ്? 2 ടോ πr² t എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. ഇനി പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇനി ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്താണ്. ഇൻ ടേംസ് ഓഫ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിലേക്ക് നമുക്ക് ടീനെ കൊണ്ടുവരാൻ വേണ്ടി. അതായത് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ എല്ലാത്തിനും നമ്മളെന്താണ് വിത്ത് റെസ്പെക്ട് ടു ഒരു ആക്സിസ് ആയിരിക്കും നമ്മൾ പറയുക. ആ ആക്സിസിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ചാണ് മാറുന്നത്. അതായത് ആക്സിസും പ്ലെയിനും സെയിം ആയിട്ട് അല്ലെങ്കിൽ പാരലൽ ആണെങ്കിൽ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസും ഏരിയയും സെയിം പ്ലെയിനിലാണെങ്കിൽ അല്ലെങ്കിൽ പാരലൽ ആണെങ്കിൽ നമ്മളെന്താ പറയുന്നത്? അതിനെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയും. അതേസമയം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പ്ലെയിൻ അല്ലെങ്കിൽ എന്താ പറയുക, ഏരിയയുടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണെങ്കിൽ നമ്മളതിനെ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നായിരിക്കും പറയാം. അപ്പോൾ രണ്ട് കേസിലും അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IP. പൊതുവെ ചില ടെക്സ്റ്റിലൊക്കെ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ J ആയിട്ടാണ് എടുത്തേക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ IP അല്ലെ, പോളാർ മൊമെൻറ്റിൻ്റെ IP എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. ഇനി അടുത്ത ടോപ്പിക്കൊക്കെ വരുമ്പോൾ നമ്മളൊരു J ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ചില കേസിൽ അത് സർക്കുലാറിൻ്റെ കേസിൽ വരുമ്പം J = IP എന്നൊക്കെ പറഞ്ഞ് വരും. എനിവേ നമ്മളിപ്പോൾ തൽക്കാലം പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് IP എന്ന് പറഞ്ഞിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ IP എന്ന് പറയുമ്പോൾ എന്താണ്? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരുന്നു? 2πrt ആണ്, ഇൻറ്റു ഡിസ്റ്റൻസ് r ആണ്, r². അപ്പോൾ നമുക്ക് 2πr³ t എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇതിനെ നമുക്ക് ആ ടിയുടെ റിലേഷനിലേക്ക് കൊണ്ടിടുക. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് കിട്ടും T = ടോ ഇൻറ്റു IP/r എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതേപോലെ നേരത്തെ ഇക്വേഷനെ പോലെ ടോ/r എടുക്കാം. ടോ/r എടുക്കുമ്പോൾ =T/IP എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് റിലേഷൻ കിട്ടി. ഫസ്റ്റ് ടോ/r = gθ എന്നും കിട്ടി. സെക്കൻഡ് എന്താണ്? ടോ/r = T/IP എന്നും കിട്ടി. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരു സിംഗിൾ റിലേഷനാക്കി. എന്താണ്? T/IP = ടോ/r = gθ. ഇതിനെയാണ് നമ്മൾ ടോർഷൻ ഫോർമുല എന്ന് പറയുക.